തകർന്നടിഞ്ഞ അത്താണി പൂമല റോഡിലൂടെ ദുരിതയാത്ര. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കോലം തകർന്ന റോഡിലെ കുഴിയിലിട്ട് മൂടി ജനകീയ പ്രതിഷേധം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പൂമല ഡാമിലേക്ക് കൂടിയുള്ള പാതയിലാണ് വഴി തടഞ്ഞ് വേറിട്ട സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ മന്ത്രിക്ക് ഇതേ റോഡിൽ നടുവടി പുരസ്കാരം സമർപ്പിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. സമരങ്ങൾ മുഖവിലക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിലിട്ട് മണ്ണും കല്ലുമിട്ട് മൂടിയത്. 3.5 കിലോമീറ്റർ ദൂരത്തിൽ 200ഓളം കുഴികൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു. അത്താണി വഴി ചെപ്പാറ റോക്ക് ഗാർഡൻ, പൂമല ഡാം എന്നിവിടങ്ങളിലേക്കൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി സഞ്ചരിക്കുന്ന പാത ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഭീമൻ ചെളിക്കുളങ്ങളായി മാറിക്കഴിഞ്ഞു. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞാൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടങ്ങളിൽ പെടുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. അധികൃതർക്ക് പരാതികൾ നൽകി മടുത്തതോടെയാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ വേറിട്ട സമരവുമായി രംഗത്തെത്തിയത്. മന്ത്രിയുടെ കോലം റോഡിലെ കുഴിയിലിട്ട് കല്ലും മണ്ണുമിട്ട് മൂടിയ ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്രതിഷേധ സമരം DCC സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 170 കുഴികളുണ്ട് ഈ വഴിയിൽ. ഇപ്പൊ കുളമായിക്കൊണ്ടിരിക്കുന്നു, പല കുഴികളും കുളമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ സമരത്തിനെതിരെ പോസ്റ്റുകൾ വരുന്നുണ്ട്. നല്ല കാര്യമാണ്, പ്രതികരണം ഉണ്ടാവണം, നിഷേധിക്കുന്നില്ല. പക്ഷെ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങി. എത്ര കാലം പറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഭരണകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. നമ്മളൊരു സമരം നടത്തി. മന്ത്രിക്ക് വേണ്ടി നമുക്കറിയാം, പൊതുമരാമത്ത് മന്ത്രിക്ക് നടുവടി പുരസ്കാരം പൂമല നിവാസികൾ സമർപ്പിച്ചു. വാർത്തകൾ കേരളം മുഴുവൻ നിറഞ്ഞു നിന്നതാണ് ഈ വഴി. എന്നിട്ടും പണി പൂർത്തീകരിക്കുന്നില്ല. നാണമില്ലേ എന്നാണ് എനിക്ക് ഭരണാധികാരികൾ ചോദിക്കുന്നത്. നാണമില്ലാത്തവന് പറയാൻ പറ്റാത്തോട് താല് മുളച്ചാൽ അതും തണലാണെന്ന് അഹങ്കരിക്കുന്ന ഭരണാധികാരികളാണ് ഒരു ഭാഗത്ത് പ്രിയപ്പെട്ടവര്. CT പോൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി സാജൻ, ജോജോ കുര്യൻ, KJ ജെറി, ലിസി രാജു, TC ഗിരീഷ്, GB ജോസഫ്, OC പരമൻ, ലീലാമണി ശങ്കരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.